അപ്പോൾ എന്താണ് പൊതുവിൽ ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ എന്ന് പറയുമ്പോൾ അവിടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തങ്ങളായി വരുന്നത്? ശരിക്കും പറഞ്ഞാൽ സിനിമയിൽ ഏറ്റവും കൂടുതൽ ഉത്തരവാദപ്പെടേണ്ട ഒരു വ്യക്തി എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ കൺട്രോളറാണ്. ആ സിനിമയുടെ തുടക്കം മുതൽ അവസാനം തിയേറ്ററിൽ പടം എത്തി അത് പ്രൊമോട്ട് ചെയ്ത് അത് തിയേറ്ററിൽ ഓടുന്നത് വരെയും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കേണ്ട ഒരാളാണ്. ഒരു സംവിധായകൻ ഒരു തിരക്കഥാകൃത്തൊക്കെ അവർ ഒരു പ്രൊജക്റ്റുമായിട്ട് ആദ്യം സമീപിക്കുന്ന ഒരു പ്രൊഡക്ഷൻ കൺട്രോളായിരിക്കും. അല്ലെങ്കിൽ അവർ നേരെ ഒരു പ്രൊഡ്യൂസറെ സമീപിക്കുമ്പോൾ ആ സിനിമയുടെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഒരു പ്രൊഡക്ഷൻ കൺട്രോളെയാണ് അവർ തേടുന്നത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വമുള്ളതും ഏറ്റവും കൂടുതൽ സിനിമ സംരക്ഷിക്കേണ്ടതിൻ്റെ ഏറ്റവും അവിഭാജ്യ ഘടകമാണ് പ്രൊഡക്ഷൻ കൺട്രോൾ എന്ന് പറയുന്നത്. ഈ പ്രൊഡക്ഷൻ കൺട്രോളിങ് അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഉത്തരവാദിത്വം എന്ന് പറയുമ്പോൾ കാസ്റ്റിംഗ്, പലരും ചോദിക്കുന്നത് സിനിമാ താരങ്ങളെ കാസ്റ്റ് ചെയ്യുന്നത് പ്രൊഡക്ഷൻ കൺട്രോളർമാരാണോ അല്ലെങ്കിൽ സംവിധായകൻ അതിൽ എത്രമാത്രം റോളുണ്ട്, അത്തരം കാര്യം? അല്ലല്ല, അത് തീർച്ചയായിട്ടും സംവിധായകരും തിരക്കഥാകൃത്തുക്കളുമാണ് അവരുടെ കഥാപാത്രങ്ങൾ ആര് ചെയ്യണമെന്ന് അവരിങ്ങോട്ട് പറയുന്നത്. അപ്പോൾ ഇവരെ നേരിട്ട് ബന്ധപ്പെടുന്നത് നമ്മളായിരിക്കും, നമ്മൾ വഴിയായിരിക്കും ഒരു സിനിമയിലോട്ട് വരുന്നത്. ഇപ്പോൾ എൻ്റെ സിനിമയ്ക്ക് ഇന്ന ആർട്ടിസ്റ്റ് വേണമെന്ന് ഒരു ഡയറക്ടറോ പ്രൊഡ്യൂസറോ അല്ലെങ്കിൽ ആ തിരക്കഥാകൃത്തോ പറയുമ്പോൾ അയാളെ തേടിപ്പിടിച്ച് കൊണ്ടുവരേണ്ട ഏറ്റവും വലിയ ഉത്തരവാദിത്വം പ്രൊഡക്ഷൻ കൺട്രോളാണ്. അപ്പോൾ A to Z കാര്യങ്ങൾ നോക്കണമെന്നുള്ളതാണല്ലോ ഇതിൻ്റെ ഒരു ഉത്തരവാദിത്വം. നേരത്തെ ഞാൻ ഈ തുടങ്ങിയപ്പോൾ പറഞ്ഞാൽ അതല്ലാതെ എന്തെങ്കിലും വിശേഷണം വേറെ എന്തെങ്കിലും ഉണ്ടോ? കാരണം ഈ നിർമ്മാതാവ്, നടൻ അല്ല, ഞാൻ ആദ്യം വന്നത് ശരിക്കും പറഞ്ഞാൽ ഞാനൊരു പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഞാനും ഷിജു അരൂർ എന്നും പറഞ്ഞ ഒരു ഇപ്പോൾ സീരിയൽ ഏറ്റവും ഫെമിലിയറായ ഡയറക്ടറാണ്. ഞങ്ങൾ ഒന്നിച്ചാണ് ഈ കലാരംഗത്തോട്ട് വരുന്നത്. ഞങ്ങൾ ആ സമയം പോലെ ഈ സ്റ്റേജ് പ്രോഗ്രാം എല്ലാം ഒരു അഭിനയമോഹമായിട്ടാണ് ഞാൻ വരുന്നത്, അവൻ സംവിധാന മോഹമായിട്ട് വരുന്നു. പക്ഷെ ഞാൻ ഇൻഡസ്ട്രിയിലോട്ട് വരുന്നത് അഭിനയിക്കാനാണ് ആദ്യം വരുന്നത്. പക്ഷെ വന്നത് ഞാൻ അത് കിഴക്കിൻ്റെ വെനീസ് എന്ന് പറഞ്ഞ ഒരു ഡോക്യുമെൻ്ററി, ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൻ്റെ ടൂറിസത്തെ പറ്റി ഒരു ഡോക്യുമെൻ്ററി നിർമ്മിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഫീൽഡിലോട്ട് കിടക്കുന്നത്. അതിനുശേഷം ഞാൻ കുറേ ടെലിഫിലിംസ് ചെയ്തു. പിന്നെ കുറേ അന്നൊക്കെ ആൽബംസ്, ടെലിഫിലിംസ് എന്നൊക്കെ പറയുന്നതാണ് അന്നത്തെ സമയത്ത്. ഇന്നാണ് ഷോർട്ട് ഫിലിമായേക്കുന്നത്, അന്ന് ടെലിഫിലിമാണ്. ഇങ്ങനെയുള്ള ഇതെല്ലാം ചെയ്ത് പിന്നെ എത്ര വർഷം മുമ്പായിരുന്നത്? ഏകദേശം ഇപ്പോൾ ഒരു 30 വർഷമായി. അങ്ങനെ ടെലിഫിലിമും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഞാൻ സിനിമയിലോട്ട് കിടക്കുന്നത്. പ്രൊഡക്ഷൻ മാനേജറായിട്ടാണ് സിനിമയിലോട്ട് വരുന്നത്. ആ സിനിമയിലോട്ട് വരാനുള്ള കാരണക്കാരൻ KK ഹരിദാസ് എന്ന് പറഞ്ഞ നമ്മുടെ അനശ്വരനായ നമ്മൾ മരിച്ചുപോയ ഡയറക്ടർ, അദ്ദേഹത്തിൻ്റെ സിനിമകളിലൂടെയാണ് ഞാൻ കയറി വരുന്നത്. അവിടെ നിന്നാണ് ഞാൻ ഹസീബ് എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസറെ പരിചയപ്പെടുന്നത്. അങ്ങനെ ഹസീബിൻ്റെ വർഗം എന്ന് പറഞ്ഞ സിനിമയിലൂടെയാണ് ഞാൻ പ്രൊഡക്ഷൻ കൺട്രോളായിട്ട് മാറുന്നത്. വർഗം പൃഥ്വിരാജ്. ഈ പല സ്ഥലത്തും പോകുമ്പോഴത്തേക്കും പ്രൊഡക്ഷൻ കൺട്രോളിൻ്റെ ഉത്തരവാദിത്വം പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഷൂട്ടിംഗ് പ്രതിസന്ധിയിലാകുന്ന സാഹചര്യങ്ങൾ ഇതൊക്കെ തരണം ചെയ്യണം. അല്ലെങ്കിൽ പെർമിഷൻ ഇല്ലാത്ത ചില സ്ഥലങ്ങൾ, ഇപ്പോൾ സെക്രട്ടേറിയറ്റിൽ ഷൂട്ട് ചെയ്യുന്നതിന് അത്ര പഴയതുപോലെ എളുപ്പമുള്ള കാര്യമല്ല, നിയന്ത്രണങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അവരെ കൺവിൻസ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് കാര്യം. ഒരുപാട് സെക്രട്ടേറിയറ്റ് പറഞ്ഞുകൊണ്ട് ഏറ്റവും ഉദാഹരണം പറയാം, 1 എന്ന് പറഞ്ഞ സിനിമ ഒരു സെക്രട്ടേറിയറ്റിൻ്റെ അകത്താണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ആ 1 എന്ന് പറഞ്ഞ സിനിമ സെക്രട്ടേറിയറ്റിൻ്റെ അകത്ത് ആദ്യമായിട്ട് പെർമിഷൻ കിട്ടുന്ന സിനിമ 1 ആണ്. അതിനുശേഷം ഇന്നുവരെ ഒരു സിനിമയ്ക്ക് കിട്ടിയിട്ടില്ല. പഴയ സെക്രട്ടേറിയറ്റിൻ്റെ അകത്താണ് ആ സിനിമ. അപ്പോൾ ഇതിനൊക്കെ ഒരുപാട് നമ്മൾ കടമ്പകൾ കടക്കേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇതെല്ലാം പുറകെ നടന്ന് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കണം. ലൊക്കേഷൻ കിട്ടാനാലും ശരി, ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റിനെ കിട്ടാനാലും ശരി, അല്ലെങ്കിൽ ഒരു നല്ലൊരു ടെക്നീഷ്യൻ്റെ പ്രയോഗമൊക്കെ നമ്മൾ തന്നെ ഇറങ്ങിത്തിരിക്കണം. കുറേയൊക്കെ മനസ്സമാധാനം പോകുന്ന പരിപാടിയും കൂടെയാണ്. കാരണം ഇത് എല്ലാം അറേഞ്ചായി ചെയ്ത് വരുമ്പോഴത്തേക്കും ചില ആളുകൾ വന്നില്ലെങ്കിൽ, താരങ്ങൾ എത്തിയില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഈ ഒരുക്കങ്ങൾ പൂർത്തിയായില്ലെങ്കിൽ ഒക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു ജോലിയാണ്. അതായത് മറ്റേ പപ്പോട്ടം മറ്റേ സിനിമയിൽ പ്രതി ഇപ്പം വരും അല്ലെങ്കിൽ ഇപ്പം ശരിയാവും എന്ന് പറയുന്ന ജോലിയാണ് ഞങ്ങളത്. എല്ലാവരും അങ്ങനെ സമാധാനിപ്പിച്ച് നിർത്തേണ്ടി വരും അല്ലേ? എപ്പോഴും കാര്യങ്ങൾ പറഞ്ഞിട്ട് ആൾ പിന്നെ പല തരക്കാരായിരിക്കും താരങ്ങളൊക്കെ ആകുമ്പോൾ. അതായത് ഒരു സെറ്റിലൊരു 150 പേര് അല്ലെങ്കിൽ 100 പേരുണ്ടെങ്കിൽ 100 സ്വഭാവക്കാരായിരിക്കും. ഈ 100 പേരെയും ഒരുപോലെ ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു തസ്തികയാണ് ഞങ്ങളുടേത്. ഈ ഇത്രയും പേരെ ഒരു കുഴപ്പമില്ല. ഇപ്പം ഡയറക്ടർക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം, പ്രൊഡ്യൂസറുടെ ബഡ്ജറ്റിൽ നിന്ന് നമ്മൾ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. ഇതെല്ലാം ചെയ്യേണ്ടതാണ് പ്രൊഡക്ഷൻ കൺട്രോൾ. ഒരു സംശയമാണ്. കാരണം ഡയറക്ടർക്ക് പ്രൊഡ്യൂസർ ശമ്പളം കൊടുക്കുന്നു, താരത്തിന് കൊടുക്കുന്നു, അല്ലെങ്കിൽ മറ്റ്. അപ്പോൾ ഇപ്പോൾ ഈ റീസെൻ്റ്ലി ചില വിവാദങ്ങൾ ഉണ്ടായി വന്നപ്പോൾ പലരും ചോദിക്കുന്നത്, അങ്ങനെ നിർമ്മാതാവിൻ്റെ കയ്യിൽ നിന്ന് പ്രൊഡക്ഷൻ കൺട്രോളർക്ക് കാശ് കിട്ടാറില്ലേ?
അപ്പോൾ താരങ്ങൾ എന്തിന് ഇവർക്ക് കാശ് കൊടുക്കുന്നു, അങ്ങനെയൊക്കെയുള്ള ചില ചോദ്യം. അല്ലല്ല, അത് ഇപ്പോഴും പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ ഇപ്പോഴും ജനങ്ങൾക്ക് മനസ്സിലാകാത്തൊരു കാര്യം അത്. ഞാൻ ഒരു ആർട്ടിസ്റ്റിൻ്റെ മാനേജറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൃത്യമായിട്ട് ഒരു സിനിമയിൽ അയാൾക്ക് വർക്ക് വാങ്ങിച്ചു കൊടുക്കുക, ആ സിനിമയിൽ അയാൾ കൃത്യസമയത്ത് എത്തിക്കുക, അയാൾക്ക് ശമ്പളം കൃത്യമായിട്ട് വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ള ജോലിയും ഒരു പ്രൊഡക്ഷൻ കൺട്രോളിൻ്റെ ജോലിയും രണ്ടും രണ്ടാണ്. പ്രൊഡക്ഷൻ കൺട്രോൾ പ്രൊഡ്യൂസറെ കൂടി ആ സിനിമയിൽ വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് പ്രൊഡക്ഷൻ കൺട്രോളിലേക്ക് ശമ്പളം തരും. ഇപ്പോൾ ഈ റീസെൻ്റ് നടന്ന ഒരു ആർട്ടിസ്റ്റിൻ്റെ കേസിൽ പോലും ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളായി ചെയ്യുന്ന സിനിമയിൽ നിന്ന് എനിക്ക് കൃത്യമായിട്ട് ശമ്പളം കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഞാൻ അല്ലാതെ അദ്ദേഹത്തിന് വേണ്ടി ചെയ്ത വർക്കുകൾക്ക് പുള്ളി ശമ്പളം തന്നിട്ടില്ല എന്ന് ഞാൻ പറയട്ടെ. അതായത് അദ്ദേഹത്തിന്റെ മാനേജറായി ജോലി ചെയ്യുമ്പോൾ അതിന് തന്നിട്ടില്ല. കാര്യം ഞാൻ അദ്ദേഹത്തിന് നിയമമല്ലോ 76 സിനിമ ചെയ്തു കൊടുത്തെങ്കിൽ 16 പടവേ അയാളുടെ കൂടെ ഞാൻ പ്രൊഡക്ഷൻ കൺട്രോളിലെ വർക്ക് ചെയ്തിട്ടുള്ളൂ. ബാക്കി അയാളെ കൃത്യമായിട്ട് ലൊക്കേഷനിൽ എത്തിക്കുക, കൃത്യമായിട്ട് അയാളുടെ ഡേറ്റ് വാങ്ങിച്ച് കൈകാര്യം ചെയ്യുക, കൃത്യമായിട്ട് അയാളുടെ ശമ്പളം വാങ്ങിച്ചു കൊടുക്കുക. അതായത് ഏറ്റവും വലിയ പാടാണ് കൃത്യമായിട്ട് ശമ്പളം വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളത്. അതുവരെയും കൃത്യമായിട്ട് വാങ്ങിച്ചു കൊടുത്ത കാര്യമാണ് ഞാൻ പറഞ്ഞിരുന്നത്. അതാണ് ശരിക്കും പറയാനുള്ള ആർട്ടിസ്റ്റിൻ്റെ മാനേജറുടെ ഡ്യൂട്ടി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.